ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ ഇഷ്ടമില്ലാത്ത ആളുകളെ അപഹസിക്കാൻ CPM കുറച്ചുപേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. മാന്യമായി ജീവിക്കുന്ന ആളുകളെ ചീത്ത വിളിക്കാൻ കള്ളു വാങ്ങിക്കൊടുത്ത് ആളെ വിടുന്ന ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. അതുപോലെ ചില മന്ത്രിമാരെ ഇപ്പോൾ പറഞ്ഞു വിടുന്നു എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ്റെ ആ പ്രസ്താവനയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ സജി ചെറിയാൻ പറയുന്ന കണ്ടന്റ് എന്താണ് എന്നതാണോ നോക്കേണ്ടത്? ശരിയാണ്, ഇപ്പോൾ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് രൂക്ഷമായ വിമർശനമാണ്. ഇപ്പോഴും ആ ഭാഷ ശരിയല്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ ആ ഭാഷാപ്രയോഗത്തിനപ്പുറം തീവ്രമായ ഗുരുതരമായ ചില പ്രശ്നങ്ങളില്ലേ? അതിലേക്ക് എന്താണ് പ്രതിപക്ഷത്തിന്റെ കണ്ണുപോകാത്തത് ശ്രീ കെ പി നൗഷാദ് അലി? അഷ്മി, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കണം. അപ്പോൾ വളരെ വൈകിയാണ് ഞങ്ങളുടെ ചർച്ചയുടെ 70% പൂർത്തിയായതിനു ശേഷമാണ് എൻ്റെ ഒരു അവസരം വരുന്നത്. ഇടക്ക് കയറി ഇടപെടരുത്. അപ്പോൾ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സംഭവം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. 2006 തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിൽ വലിയ അഭിമാനക്ഷതം തോന്നി വ്രണീതനായി പ്രകോപിതനായി പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് ആക്ഷേപിച്ചിരുന്നു. അദ്ദേഹം ഇതുവരെ തിരുത്തിയിട്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ടോ ഇല്ല ആ വിളിയിൽ. ആ പിണറായി വിജയൻ ഇന്ന് നവകേരള യാത്ര നടത്തി അദ്ദേഹത്തിൻ്റെ പ്രാതൽ വിരുന്നിലേക്ക് ഒരുപാട് പുരോഹിതരെ ബിഷപ്പുമാരെയൊക്കെ ക്ഷണിച്ചു. ചിലരൊക്കെ പങ്കെടുത്തു. ഞങ്ങളാരും ആ പഴങ്കഥ ഓർമ്മിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ വിമർശനമാക്കാനോ ഞങ്ങൾ തുനിഞ്ഞിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി ആവട്ടെ, രാഷ്ട്രപതി ആവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, ഗവർണർ ആവട്ടെ, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരാവട്ടെ, അവരുമായുള്ള കൂടിക്കാഴ്ചകൾ, മുഖാമുഖങ്ങൾ, അഭിമുഖങ്ങൾ, അതൊക്കെ അവരുമായിട്ടുള്ള രാഷ്ട്രീയ വിയോജിപ്പിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ അപ്പുറത്തുള്ള ഒരു ഔപചാരികതയാണ്. അതിനെ ആ രീതിയിൽ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. രണ്ടാമതായിട്ട്, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ളത് വിഖ്യാതമായ കാര്യമാണ്. ആ കാര്യത്തിൽ ആർക്കൊരു തർക്കമില്ല. ഇനിയിപ്പോൾ ക്രിസ്മസ് വിരുന്നാണെങ്കിൽ പോലും അവിടെ പങ്കെടുക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിലുള്ള വിയോജിപ്പുകൾ രഹസ്യമായിട്ടോ അനൗപചാരികമായിട്ടോ പ്രധാനമന്ത്രിയായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. രഹസ്യമായിട്ടും അനൗപചാരികമായിട്ട് അവതരിപ്പിക്കാൻ ഇതെന്തോ ഗുപ്തമായ കാര്യമാണോ? ഇത് കണക്കടക്കം പുറത്തേക്ക് വരുന്ന മണിപ്പൂരിൽ നമ്മൾ നേരിൽ കണ്ട കാര്യമാണ്. ഇപ്പൊ ക്രിസ്മസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാത്ത സ്ഥലമുണ്ട്. നോ സ്റ്റാർ ഫോർ മെയ്തീസ് എന്ന് ഇംഫാൽ പോസ്റ്റ് എഴുതിയിട്ടുണ്ട് സാർ. ഇംഫാൽ പോസ്റ്റ് അല്ല, ഇംഫാൽ എന്താണ് അവിടുത്തെ ഒരു പത്രം എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥലമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശ്രീ കെ പി നൗഷാദ് അലി ഇത് ക്രിസ്മസ് ആണ്, വളരെ പവിത്രമായ ചടങ്ങാണ്, അതുകൊണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞുകൂടാ എന്നുണ്ടോ? അത് രഹസ്യമായി പറയണമെന്നുണ്ടോ? അല്ല, രഹസ്യമായിട്ട് പറയാം, പരസ്യമായിട്ട് പറയാം, കിട്ടുന്ന അവസരങ്ങൾ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്താം. അതൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഔചിത്യം അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ സജി ചെറിയാനെ പോലെ മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹം പറയുകയാണ് മുന്തിരി വാറ്റിയ വീഞ്ഞിന്റെ ലഹരി നുണഞ്ഞു എന്നൊക്കെ. അദ്ദേഹത്തിനാണ് അധികാര പ്രമത്തതയുടെ ലഹരി ബാധിച്ച് സമനില തെറ്റി വാക്കും പ്രവൃത്തിയും 4 വശത്തേക്കും ആടിക്കളിക്കുന്നത്. അദ്ദേഹമല്ലേ പറഞ്ഞത് എന്തിനാ നെൽകൃഷി നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരില്ലേ? അദ്ദേഹമല്ലേ പാവനമായ ഭരണഘടനയെ കുന്തവും കുടച്ച എന്ന് പറഞ്ഞത്? എന്നിട്ട് നേരിയ സാങ്കേതികത്വത്തിന്റെ കോടതി പിടിവള്ളിയായിട്ട് വന്ന് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലേ? നിരന്തരം അദ്ദേഹം വിടുവായത്തം പറയുന്ന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ഇത്തരക്കാരെയൊക്കെ മന്ത്രിയായി ചുമന്നു നടക്കുന്നതിലുള്ള വലിയ അപമാനഭാരം വെളിപ്പെടുത്താൻ, വെളിവാക്കാൻ, പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. BJPയും RSSും ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളോടും ന്യൂനപക്ഷങ്ങളോടൊക്കെ ചെയ്യുന്ന ക്രൂരതകൾ, അടിസ്ഥാനപരമായി അവരോടുള്ള സമീപനം എന്താ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ പ്രധാനമന്ത്രി BJPക്കാരനാണ് എന്ന് കരുതി അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനേ പാടില്ല, വല്ല കൂടിക്കാഴ്ചയും പാടില്ല, അവിടെ അഭിപ്രായ വ്യത്യാസം മുൻനിർത്തി ബഹിഷ്കരിക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരിഫ് മുഹമ്മദിന്റെ വീട്ടിലേക്ക് ഇവർ പായസം കൊടുത്തയക്കുന്നു, ഇവര് ഓണക്കോടി കൊടുത്തയക്കുന്നു, കസവ് കൊടുത്തയക്കുന്നു. എന്താ ആരിഫ് RSSകാരനാണ് എന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ? ഇപ്പൊ വലിയ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ തങ്ങൾക്ക് ചെയ്യാം. ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുക, അവഹേളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് രാഷ്ട്രീയ സംസ്കാരമില്ലായ്മയുടെ മാത്രമല്ല വലിയ അഹന്തയുടെ, ധിക്കാരത്തിന്റെ, താൻ പ്രമാണിത്വത്തിന്റെ, അധികാരത്തിന്റെ, ഹുങ്കിന്റെ ആക്രോശങ്ങളാണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ആ അഭിപ്രായമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത് എന്ന് അഷ്മി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ BJPക്കാരെ പറ്റി ഇവിടെ അനിൽകുമാറൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ. ഇവിടെ പിന്നെ ആരാണ് ഹിന്ദു എന്ന സവർക്കറിന്റെ പുസ്തകം
പിന്നെ ഹിന്ദു നാഷൻ ഡിഫൈൻഡ്, അതുപോലെ തന്നെ ബഞ്ച് ഓഫ് തോട്ട്സ്, ബൽരാജ് മതേക്കിന്റെ പിന്നെ ഇന്ത്യനൈസേഷൻ, വാട്ട് വൈ ആൻഡ് ഹൗ എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സംസ്ഥാനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ മുൻകൈ എടുത്ത പാർട്ടിയാണ് ഈ പിണറായി വിജയന്റെയും സജി ചെറിയാന്റെ ഒക്കെ പാർട്ടി. സജി ചെറിയാൻ അത്ര വലിയ ധാർമ്മിക വീര്യവും ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം സിലബസ് പുസ്തകങ്ങളൊക്കെ ഒന്ന് പിൻവലിപ്പിക്ക്, എന്നിട്ട് മതി വിരുന്നിന് പോയ ആളുകളുടെയൊക്കെ മെക്കിട്ട് കയറാൻ. അല്ലെങ്കിൽ കേരളത്തിൽ